ദൈവനാമത്തിൽ മഹത്വമുണ്ടാകട്ടെ. ഈ നോമ്പിൻ്റെ ദിവസം എനിക്ക് ലഭിച്ചിട്ടുള്ള വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13:47 മുതൽ 51 വരെയുള്ള വാക്യങ്ങളാണ്. പിന്നെയും സ്വർഗരാജ്യം കടലിൽ ഇടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതുമായൊരു വലയോട് സാദൃശ്യം. നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ച് കരയ്ക്ക് കയറ്റി. ഇരുന്നു കൊണ്ട് നല്ലത് പാത്രങ്ങൾ കൂട്ടിവെച്ചു, ചീത്ത എറിഞ്ഞു കളഞ്ഞു. അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും. ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് ദുഷ്ടന്മാരെ വേർതിരിച്ച് തീച്ചൂളയിൽ ഇട്ടുകളയും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഇതെല്ലാം ഗ്രഹിച്ചുവോ എന്നതിന് അവർ ഉവ്വ് എന്ന് പറഞ്ഞു. ഈ ഉപമയിൽ സർവശക്തനായ ദൈവമാണ് സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ നന്മയും സർവശക്തനെ കൂടുതൽ അറിയാനായി ദൈവം തൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നു. മനുഷ്യൻ പാപത്തിൻ്റെ അടിമയാണ്. ദൈവത്തിൻ്റെ നന്മ ഒരിക്കലും അവസാനിക്കുന്നില്ല. ഒരു മത്സ്യത്തെ വെള്ളത്തിൽ ഇടുമ്പോൾ ആ മത്സ്യം പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ വെള്ളത്തിൽ ജീവിക്കുന്നു. അതുപോലെ മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കാൻ ദൈവം സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ഈ അവസരം കൊടുത്തത് മനുഷ്യൻ സത്യത്തെ അറിയുവാനും ജീവിതത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാനുമാണ്. നിത്യജീവൻ നമുക്കായി കാത്തിരിക്കുന്നതേയുള്ളൂ. ദൈവത്തിന് മുഖപക്ഷമില്ല. എല്ലാവരെയും ഒരേപോലെയാണ് കരുതുന്നത്. ആ വലിയ വല ദൈവം കടലിലിടുന്നു. എല്ലാതരം മീനുകളും വരുന്നു. സുവിശേഷത്തിൽ എല്ലാതരം മനുഷ്യരും വരുന്നു. ഈ സുവിശേഷത്തിൽ ചിലർ സത്യത്തെ സ്വീകരിക്കുന്നു, ചിലർ അസത്യത്തെ സ്വീകരിക്കുന്നു. പക്ഷേ നമ്മുടെ ജീവിത അവസാനം ആർക്കും പറയാൻ സാധിക്കില്ല. ഇവിടെ പിതാവിനെക്കുറിച്ചും സ്വർഗരാജ്യത്തെക്കുറിച്ചും അനേകം ആളുകളെ പഠിപ്പിക്കാമെന്നും എന്നാൽ അവരിൽ പലരും അനുഗ്രഹം നേടാൻ യോഗ്യത നേടിയില്ല എന്നും, അങ്ങനെയുള്ളവരെ പിതാവ് അവസാന കാലത്ത് നീതിമാന്റെ ഇടയിൽ നിന്നും നീക്കം ചെയ്യും എന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ നോമ്പ് കാലത്തിൽ നമ്മൾ പരസ്പരം സ്നേഹിച്ചും നന്മകൾ ചെയ്തും സ്വർഗരാജ്യത്തിന് അവകാശികളായി ജീവിക്കുവാൻ പ്രാർത്ഥിക്കുന്നു.